ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിയമയുദ്ധം നടത്തുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് സമാധാന നോബൽ നൽകണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ശക്തമായ നിലപാടെടുത്ത പെട്രോ ദക്ഷിണാഫ്രിക്കയുടെ നിയമപരമായ നീക്കങ്ങൾക്ക് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് ആരെങ്കിലും സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം അർഹിക്കുന്നുണ്ടെങ്കിൽ അത് ഫലസ്തീൻ ജനതക്കായി നെതന്യാഹുവിനെതിരെ വംശഹത്യാക്കുറ്റത്തിന് പരാതി നൽകിയ ദക്ഷിണാഫ്രിക്കൻ നിയമസംഘമായിരിക്കും, പെട്രോ ട്വീറ്റ് ചെയ്തു. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിരുന്നു പരാതിയിൽ കോടതി വാദം കേട്ടത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണെന്ന് തെളിവുകൾ നിരത്തി ദക്ഷിണാഫ്രിക്ക വാദിച്ചു. നേരത്തെ ആസൂത്രണം ചെയ്ത് നിശ്ചയിച്ചുറപ്പിച്ച വംശഹത്യയാണ് ഗസയിൽ നടക്കുന്നത് എന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക ആദില ഹസീം ചൂണ്ടിക്കാട്ടി. ഗസയിലെ സൈനിക പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ഉടൻ നിർത്തിവെക്കണം എന്നതാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. 2023 ഡിസംബർ 29 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ കേസ് കൊടുത്തത്. ഇസ്രായേൽ ഗസയിൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ നേർചിത്രങ്ങളാണ് ദക്ഷിണാഫ്രിക്ക ലോക കോടതിയിൽ നൽകിയ 84 പേജുള്ള പരാതിയിലുള്ളത്. 1948 വംശഹത്യാ കൺവെൻഷൻ ഉടമ്പടികൾ ഇസ്രായേൽ ലംഘിച്ചു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയാണ്. ഫലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങൾ ഹനിക്കുകയാണ്. ഗസയിലെ ഫലസ്തീനികളെ കൊന്നൊടുക്കുകയെന്ന ലക്ഷ്യത്തോടെ വംശീയ ഉന്മൂലനമാണ് ഇസ്രായേൽ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ പറയുന്നത്. ക്രൂരമായി പീഡനത്തിനിരയാകുന്ന ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കാനുള്ള താൽക്കാലിക നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ യുദ്ധ നിയമങ്ങളും വ്യവസ്ഥകളും ലംഘിക്കുന്ന നടപടിയാണ് ഇസ്രായേൽ തുടരുന്നത്. ആഴ്ചയിൽ 6000 ബോംബുകൾ വരെ ഫലസ്തീന് മുകളിൽ അവർ വർഷിച്ചു. നവജാത ശിശുക്കളെ പോലും അവർ വെറുതെ വിട്ടില്ല. കുട്ടികളുടെ ശ്മശാനമെന്നാണ് UN മേധാവികൾ ഫലസ്തീനെ വിശേഷിപ്പിച്ചത് എന്നും ദക്ഷിണാഫ്രിക്ക വാദിച്ചു. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ബ്രസീൽ, ജർമ്മനി, ഇന്ത്യ, ജമൈക്ക, ജപ്പാൻ, ലബനാൻ, മൊറോക്കോ, സ്ലോവാക്യ, സൊമാലിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 15 ജഡ്ജിമാരാണ് വാദം കേൾക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ മനുഷ്യാവകാശ വിദഗ്ധൻ ജോൺ ഡുഗാർഡാണ് ദക്ഷിണാഫ്രിക്കൻ നിയമസംഘത്തെ നയിക്കുന്നത്. ബ്രിട്ടീഷ് അഭിഭാഷകൻ മാൽക്കം ഷായാണ് ഇസ്രായേൽ സംഘത്തെ നയിക്കുന്നത്. ഇസ്രായേൽ സൈനികർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഇസ്രായേലി കോടതികൾ വിധിക്കുമെന്ന് അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ പ്രസ്താവന സർക്കാർ നയമല്ലെന്നും ഇസ്രായേൽ കോടതിയിൽ വിശദീകരിച്ചു. തങ്ങൾക്കെതിരെ വാദമുന്നയിച്ച ദക്ഷിണാഫ്രിക്ക ഒക്ടോബർ 7 ആക്രമണം കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും അവർ ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്നും ഇസ്രായേൽ ആരോപിച്ചു.